And welcome to the new video. So in this video, I'll be discussing about some of the examples of type 1 design for this frequency sampling method of design of FIR filters. Okay, അപ്പോൾ type 1 design ആണ് mainly നമ്മൾ ചെയ്യുന്നത്. So the question is determine the filter coefficients h of n obtained by sampling hd of omega equal to e raised to minus j n minus 1 by 2 omega for 0 less than or equal to mod omega less than or equal to pi by 2 and equal to 0 for pi by 2 less than or equal to mod omega less than or equal to pi. Okay. ഇതാണ് നമ്മുടെ എച്ച് ഡി ഓഫ് ഒമേഗ തന്നിട്ടുള്ളത്. എച്ച് ഡി ഓഫ് ഒമേഗയുടെ ഡ്യൂറേഷൻ ഇതാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ഡിസൈൻ ചെയ്യണം ഫോർ എൻ ഈക്വൽ ടു 7. ഓക്കെ, ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്ടാവും വെച്ചാൽ ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് മോഡ് എച്ച് ഡി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇത് എന്താ ഇ റേസ് ടു മൈനസ് ചെയ്യാണ്ട് 1 ആണ് വരിക. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ അതായത് തന്നിട്ടുള്ളത് പ്രകാരം ഏകദേശം നമ്മളിങ്ങനെ ഇതാണ് മോഡ് എച്ച് ഡി ഓഫ് ജെ ഒമേഗ എങ്കിൽ മൈനസ് മോഡ് ഒമേഗയാണ് 0ക്കും പൈ ബൈ 2 ഇടയിൽ. അപ്പോൾ 0 ടു പൈ ബൈ 2 ഉണ്ടാവും, മൈനസ് പൈ ബൈ 2 ടു 0 ഉണ്ടാവും. ആ ഒരു ഡ്യൂറേഷനിലാണ് ആ ഒരു കണ്ടീഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്യൂറേഷനിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വരിക? മോഡുലേസ് എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും തന്നെ വരിക മാഗ്നിറ്റ്യൂഡ് 1 ആണ് വരിക അല്ലേ. ഇങ്ങനെ രീതിയിലുള്ള ഒരു സാധനം 1 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ബാക്കിയുള്ളത് അതിൻ്റെ വാല്യൂ 0. ഇതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് വെച്ചിട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നമ്മൾ അറിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കേസിൽ നമുക്കറിയാം ഓരോ സ്പേസിംഗ് എന്ന് പറയുന്നത് എന്താ വരിക, അതായത് നമ്മുടെ സാമ്പിൾ സ്പേസിംഗ് നമുക്ക് എന്താണ് ടൈപ്പ് 1 കേസിൽ 2 പൈ ബൈ എൻ അല്ലേ ഈക്വൽ ടു നമുക്ക് ഇവിടെ 2 പൈ ബൈ 7 ആണ് വരിക. അതൊരു 51.4 ഡിഗ്രി എന്നൊക്കെയുള്ള ഇതിലാണ് കിട്ടുക. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ എന്ത് ഇതാക്കേണ്ടി വരും, മാഗ്നിറ്റ്യൂഡും ആംഗിളും നോക്കിയിട്ട് അതിൻ്റെ ബേസിലാണ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കേസിലെ മാഗ്നിറ്റ്യൂഡും ഫേസും എങ്ങനെ വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. അതായത് ഐഡിയൽ ഇതാണ് നമ്മൾ പറയണേ. അപ്പോൾ ആദ്യം മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിന് പ്ലോട്ട് ചെയ്യാനുള്ള ഒരു ഇതും ഫേസ് പ്ലോട്ട് ചെയ്യാം. ഫേസ് പോസിറ്റീവും നെഗറ്റീവും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഈ രീതിക്കാണ് ഇത് നമ്മളുടെ മോഡ് എച്ച് ഓഫ് കെയിലേക്കാണ് നമ്മൾ സാമ്പിൾ ചെയ്യണതിൻ്റെ ഐഡിയൽ റെസ്പോൺസ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് തീറ്റ ഓഫ് കെ ആണ്. ഓക്കെ, ഈ തന്നിട്ടുള്ള സാധനത്തിനെ എച്ച് ഡി ഓഫ് ഒമേഗയെ നമ്മൾ എച്ച് ഡി ഓഫ് കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്ന സാമ്പിളിങ്ങുകളാണ് എന്ത് 2 പൈ ബൈ എൻ, അതായത് 51.4 എന്നുള്ള രീതിയിലാണ് വരിക എന്നുള്ളത്. ഇപ്പം നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ എന്താ 2 പൈ ആണെന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് അതിനെ 90s ഇതിൽ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത് എങ്ങനെ വരിക, ഇത് വേണമെങ്കിൽ നമുക്ക് പൈ ബൈ 2 ആണെന്ന് വിചാരിക്കാം. അത് പൈ ബൈ 2 ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് എന്ത് വരും, പൈ വരും. പിന്നെ നമ്മളുടെ 3 പൈ ബൈ 2 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റും വരും. അവസാനം നമ്മളുടെ 2 പൈ. ഈ രീതിക്കാണ് വരിക പോയിന്റുകൾ അല്ലേ. അപ്പോൾ ഇത് വേണമെങ്കിൽ അപ്പോൾ ആ രീതിക്കാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു 2 പൈ ഡ്യൂറേഷനിലേക്ക് നമ്മൾ എത്ര 7 ഇതായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഈ സാധനം ശരിക്കും ഇങ്ങനെ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2ൻ്റെ ഉള്ളിൽ ഇതാണ് വാല്യൂ. ബാക്കി ഈ ഒരു ഡ്യൂറേഷൻ കിട്ടുക അവിടെ ശരിക്കും പറഞ്ഞാൽ അവസാനിക്കേണ്ടത് എത്രയില്ല, എന്താ പറയുക, ഇത് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു പൈ ഉണ്ടാവും, ആ പൈ വരെയും അതിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കും. ഇനി അടുത്തത് പൈ തൊട്ടിട്ട് 3 പൈ ബൈ 2 വരെ, 3 പൈ ബൈ 2 വരെയും എന്ത് തന്നെ നിൽക്കും, ഇത് ഇതേപോലെ തന്നെ സിമട്രി എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴേ 0 എന്നുള്ള രീതിയിൽ നിൽക്കും. പിന്നെ ഇവിടുന്നാണ് 3 പൈ ബൈ 2 അങ്ങോട്ടാണ് വീണ്ടും ഇത് നിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ പോസിറ്റീവ് ഇത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 0 ടു 2 പൈ ആണ് ഈ സാമ്പിളിംഗ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച്.
ഇതിൻ്റെ ബേസിലാണ് ഈ ഒരു ഫിഗർ വരയ്ക്കാൻ പോകുന്നത്. നമ്മളിത് ഉപയോഗിച്ചിട്ട് എന്ത് ഉണ്ടാക്കണം, നമ്മളുടെ ഈ മോഡ് എച്ച് ഓഫ് കെയും ആംഗിളും കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. ഇപ്പോൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതാണ് സാമ്പിളിങ്, 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇനീഷ്യൽ 0 എന്നുള്ള പോയിന്റാണ് വരുന്നത്. അപ്പോൾ 0-ൽ ഡിഗ്രിയിൽ ഇവിടെ എന്തായാലും തന്നെയാണ് 1 ആണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഫസ്റ്റ് k ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ശരിക്കും എവിടെയായിട്ട് വരും, ഇവിടെ ആയിട്ടാണ് വരിക. ഓക്കെ, ഇത് തന്നെയായിട്ട് വരും. ഇതാണ് നമ്മുടെ k ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് കിട്ടുക. ഇനി k ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 51 ഫസ്റ്റ് അതല്ല 51 ഡിഗ്രി എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അതും എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരണതാണ്, π/2 ഉള്ളിൽ വരണതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 തന്നെയായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇവിടെ എവിടെയെങ്കിലും ആയിട്ടൊരു 51 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ്. അപ്പോൾ വാല്യൂ ഒന്നും എഴുതണമെന്നില്ല, ഓൾമോസ്റ്റ് ഇത് വരച്ചാൽ മതി. k ഈക്വൽ ടു 1, k ഈക്വൽ ടു 2 ആകുമ്പോൾ എന്താവും, ഒരു 102 103 റേഞ്ചിലെത്തും. അപ്പോൾ ആ റേഞ്ചിൽ നോക്കി നോക്കുക, ഇവിടെ ഇത് നമ്മുടെ 90, ഇത് 270 ആണ്. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ 0 ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ k ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അത് 0 എടുക്കേണ്ടി വരും. ഒരു എത്രയാണ് നമ്മൾ പറഞ്ഞു, 100 റേഞ്ചിലില്ല. അപ്പോൾ ഇവിടെ എന്തായാലും k ഈക്വൽ ടു 3 ആണ്. ഇനി k ഈക്വൽ ടു 4 കൊടുത്താൽ അത് വരാൻ പോകുന്ന ഒരു 150 ഒക്കെയാണ്. അപ്പോൾ വീണ്ടും അത് എവിടെ തന്നെ വരും, സോറി ഇത് k ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമ്മൾ കൊടുത്തത് k ഈക്വൽ ടു 2 കൊടുത്തു. k ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാലും 150 ഓൾമോസ്റ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ, അപ്പോഴും എന്താ 0 തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ k ഈക്വൽ ടു 3. k ഈക്വൽ ടു 4 കൊടുത്താൽ 200 സംതിങ് 210 ഒക്കെ അടുത്തേക്ക് എത്തുമായിരിക്കും. അപ്പോൾ അതും ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ 0 തന്നെയാണ്. അപ്പോൾ k ഈക്വൽ ടു 4ഉം എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. സോ k ഈക്വൽ ടു 4. k ഈക്വൽ ടു 5 കൊടുത്തു കഴിഞ്ഞാലും ലെസ് ദാൻ അത് തന്നെയാണ് വരിക. അപ്പോൾ ആ കേസിലും എന്ത് തന്നെയാണ് വരിക, നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. k ഈക്വൽ ടു 5ൻ്റെ കേസിലും എന്ത് തന്നെയാണ് വരിക, 0 തന്നെയാണ് വരിക അല്ലേ. k ഈക്വൽ ടു 6 കൊടുക്കുമ്പോൾ എത്ര വരും, k ഈക്വൽ ടു 6 കൊടുക്കുമ്പോൾ 6 ഇൻറ്റു 300 മേലെ പോയി. അപ്പോൾ എന്തായാലും 270ക്ക് മറ്റേതിൻ്റെ ഇടയിൽ, അപ്പോൾ അവിടെ 1 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ k ഈക്വൽ ടു 6 കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം എന്തായിട്ട് വരും, 1 ആയിട്ട് വീണ്ടും കയറി വരും. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത്, k ഈക്വൽ ടു 6ൻ്റെ കേസ്. ഓക്കെ, ഇതിലാകെ 2 പോയിന്റിലാണ് 1 വരുന്നത്, ബാക്കിയുള്ളടത്തൊക്കെ ഇതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇത് കിട്ടിയത് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ഒരു മാഗ്നറ്റിക് റെസ്പോൺസ് യൂസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിയിട്ട് വരച്ചാൽ അതിൽ എളുപ്പം ഈ ചിത്രം വരച്ചിട്ട് ഇതാക്കുന്നത്. ഇനി ഇതേപോലെ നമുക്ക് ആംഗിളും പ്ലോട്ട് ചെയ്യണം. ആംഗിൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീണ്ടും വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടി വരിക. ഇതേപോലെ നമ്മൾ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അത് ലീനിയർ ആയിട്ട് ഈ രീതിയിലാണ് ഇൻക്രീസിങ്, എന്താ പറയുക, ലീനിയർ എന്നുള്ള രീതിയിൽ അത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് ആയാലും ആദ്യത്തെ ഒരു പോർഷനിൽ, പിന്നെ പോസിറ്റീവ് എന്നുള്ള രീതിയിലായിട്ടാണ് വരിക. അപ്പോൾ ജസ്റ്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തായാലും 0 എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ആദ്യം ഒരു ചെറിയ വാല്യൂ ഉണ്ടായിരിക്കാം, പിന്നെ അടുത്ത പോയിന്റിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചും കൂടി കൂടും. ഓൾമോസ്റ്റ് ലീനിയർ എന്നുള്ള രീതിയിൽ വേണം ഇത് പോകാൻ. അപ്പോൾ ഇത് ഞാൻ വരയ്ക്കുന്നതിൽ കുറച്ച് പറയുന്നുണ്ട്, ഈ രീതിയിൽ വരാം, പിന്നെ കുറച്ചും കൂടി കയറിയിട്ട് വരും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു ലീനിയർ എന്നുള്ള രീതിയിൽ വരും. ഇനി അപ്പുറത്തേക്കും അതേപോലെ തന്നെ അതേപോലെ സിമെട്രിക് ആയിട്ട് ആൻറ്റി സിമെട്രിക് ആയിട്ടുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ എന്ത് വരിക, ആംഗിൾ വരുന്നത്. ഇവിടെ ഇപ്പോൾ ചെയ്തത് നമ്മൾ ഇത്രയേ ഉള്ളൂ. എന്താ ഹിയർ നമ്മൾ h ഓഫ് k ഈസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് ഒമേഗ ആണ്. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, അറ്റ് ഒമേഗ ഈക്വൽ ടു 2π/7 ഇൻറ്റു k അല്ലേ, ഫോർ k ഈക്വൽ ടു 0 അപ് ടു 6 വരെ അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ഇനി എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക എന്നുള്ളത് തന്നെയാണ് ഉള്ളൂ. ഇപ്പോൾ നമുക്കറിയാം എന്താ, ഫ്രം ദ റെസ്പോൺസസ്, അതായത് ഫ്രം ദ ഫിഗർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മോഡ് എച്ച് ഓഫ് കെ. എന്താണെന്ന് എഴുതാലോ, അത് സുഖമായിട്ട് നമ്മളെ ചിത്രത്തിൽ നിന്ന് എഴുതാന്ന് മാത്രമേ ഉള്ളൂ. 1 വരുന്നുണ്ട് ഏത് കേസിൽ, ആകെ 3 കേസിലെ k ഈക്വൽ ടു 0 1 6 ഫോർ k ഈക്വൽ ടു 0 1 6 അല്ലേ, and then equal to 0 ബാക്കിയുള്ളടത്തൊക്കെ. അപ്പോൾ k ഈക്വൽ ടു 2
3 4 5 ഇത്ര തന്നെയാണ് നമുക്ക് ഇത് മനസ്സിലാക്കണല്ലോ. തന്നിട്ടുള്ള നമ്മളുടെ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ ഈ ഒരു ചിത്രം വരയ്ക്കായിരിക്കും എളുപ്പം. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതുക. പിന്നെ ആംഗിളിൻ്റെ ജസ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഇത് ഉണ്ടായാൽ മതി. ബാക്കി നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് തീറ്റ ഓഫ് കെ ഈസ് ഈക്വൽ ടു, ഇവിടെ എൻ എന്താണ്, ഓടാണ് അല്ലേ, മൈനസ് ഓഫ് എൻ മൈനസ് 1/2 പൈ കെ ആണ്. ഏത് റേഞ്ചിലാണ്, 0 to 3 വരെയുള്ള റേഞ്ചിലും വരും പൈ കെ. 4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 6/7 പൈ കെ എന്നാണല്ലോ വരിക. 7 - 1 6 സോറി ഇവിടുത്തെ 12 അട എൻ ആയിരുന്നു നമ്മുടെ ഇക്വേഷനിൽ. 6/7 പൈ കെ വരും. 4 കെ ഈക്വൽ ടു 0 1 2 and 3 and this is equal to n-1. നമ്മൾ മറ്റേ ഇതിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്, ഡിറൈവ് ചെയ്ത കണ്ടീഷൻസിൽ നിന്നാണ് ഈ എടുത്ത് എഴുതുന്നത്. n-1/n ഇൻറ്റു പൈ കെ ആണ് വരിക, ഈക്വൽ ടു 6π-6πk/7 വരും. ഓ 6π/7 ഇൻറ്റു 7 - k എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. 4 k ഈക്വൽ ടു 4 5 6. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇത് വെച്ചിട്ട് നമുക്ക് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി ലീനിയർ ഫേസ് ഫിൽറ്റർ ക്യാൻ ബി ഒബ്ടൈൻഡ്. ഇത് ഈ സംഭവങ്ങൾ നമ്മൾ മേലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം എന്നുള്ള രീതിയിൽ പറയുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതാം എന്നുള്ളതാണ്. മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ആംഗിളുകളാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. therefore frequency response of the linear phase filter h of k equal to h of k എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എഴുതാണ്. എന്താ വരിക, e⁻⁻j കിട്ടിയിട്ടുള്ളത് നമുക്ക് 6/7 പൈ കെ എന്നാണ്. 6/7 പൈ കെ. 4 k ഈക്വൽ ടു 0 and 1 equal to 0 for k equal to 2 3 4 5 equal to e⁻j 6π into k minus 7/7. This is for k equal to 6. ശരിയല്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡും ആംഗിളും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആകെ 0-ലും 1-ലും 6-ലേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്താ പറയുക, 0-ഉം 1-ഉം എന്ന് പറയുന്നത് ആദ്യത്തെ പോർഷനിലാണ് വരുന്നത്. അതായത് നമ്മുടെ ആംഗിളിൻ്റെ ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ 0 to 3 വരെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആംഗിളായിട്ട് എഴുതിയത്. ഇനി രണ്ടാമത്തെ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് 6-ലാണ്. 6 എന്ന് പറയുന്നത് രണ്ടാമത്തെ റേഞ്ചിലാണ് വരിക ആംഗിളിൻ്റെ. അപ്പോൾ ബാക്കിലൊക്കെ 0 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ളതിനൊക്കെ 0 എഴുതി. 2 3 4 5 ബാക്കി ലാസ്റ്റത്തെ മാത്രമാണ് വരിക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ h of k എന്നുള്ളത് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് h of k. ഇനി നമ്മൾ മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്താ h of n എഴുതുക എന്നുള്ളത് തന്നെയുള്ളൂ. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. n ഓടാണ് എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, filter coefficients for n odd are given by, ഇപ്പോൾ n ഓഡിൻ്റെ കേസിൽ നമുക്ക് ഫിൽറ്റർ കോഎഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, h of n is equal to 1/n h of 0 plus twice sigma k equal to 1 to അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് n-1/2 ഓടാണ്. റിയൽ പാർട്ട് ഓഫ് എന്തായിരുന്നു, h of k e⁻j 2π nk divided by n for n equal to 0 1 up to ഈ കേസിലാകുമ്പോൾ എന്താ നമ്മൾ n-1 ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് വരും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1/7 വരും. h of 0 നമുക്ക് വാല്യൂ ഉണ്ട്, എന്താ 1 ആണ്. 1 plus twice റിയൽ പാർട്ട് ഓഫ് എന്തെന്ന് വരും,
e raised to minus j 6 pi by 7 into e raised to j 2 pi k n by 7 അല്ലേ? കാരണം 0 to n-1/2 വരെ എടുത്താൽ മതി. n-1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ 3 ആണ് അല്ലെ? 0 to 3 1 to 3 വരെ മാത്രം എടുത്താൽ മതി. അതുകൊണ്ടാണ് നമുക്ക് എന്ത് മാത്രം എടുക്കേണ്ടി വന്നുള്ളൂ, e raised to minus j 6 pi by 7 എടുക്കേണ്ടി വന്നുള്ളൂ. അല്ലാണ്ട് ആ ലാസ്റ്റത്തെ k equal to 6 എടുക്കണ്ട. കാരണം നമ്മൾ ആ പ്രോപ്പർട്ടിയും സിമെട്രിയും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1/7 into 1 plus എന്ന് വരും ട്വൈസ് റിയൽ പാർട്ട് ഓഫ്, അതൊന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ e raised to j into 2 pi into n-3/7 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം അല്ലേ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇതിൻ്റെ റിയൽ പാർട്ട് എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. 1/7 into 1 plus 2 cos 2 pi by 7 n-3. അത്രയും ആംഗിൾ ആണ് കേട്ടോ, cos 2 pi by 7 n-3. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, എച്ച് ഓഫ് എന്നിൻ്റെ എക്സ്പ്രഷൻ കിട്ടുക. പിന്നെ ഇതിൽ നിന്ന് വേണമെങ്കിൽ എച്ച് ഓഫ് എൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഎഫിഷ്യൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഓരോന്ന് എടുത്ത് എഴുതാം. അപ്പോൾ എച്ച് ഓഫ് അത് സിമെട്രിയും കൂടിയും അപ്ലൈ ചെയ്തില്ല. എച്ച് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എച്ച് ഓഫ് 6 ആയിരിക്കും. കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടുന്ന രീതി ഈക്വൽ ടു 1/7 ഇൻറ്റു എന്ത് വരും 1 plus 2 cos 6 pi by 7 and that will be equal to minus 0.1145 എന്ന രീതിയിൽ വരും. എച്ച് ഓഫ് 1 ഈക്വൽ ടു എന്ത് വരും, എച്ച് ഓഫ് 5 വരും. ഈക്വൽ ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/7 ഇൻറ്റു 1 plus 2 cos 4 pi by 7 ആണ് വരിക. ഈക്വൽ ടു 0.07928 കിട്ടും. Similarly, you can find h of 2 equal to h of 4 is equal to 1/7 into 1 plus 2 cos 2 pi by 7 ആയി വരും, equal to 0.321. and finally we have h of 3 is equal to 1/7 into എന്ത് വരും 1 plus 2 equal to 0.4285. ഇതാണ് കിട്ടുക. ഇവിടെ കോഎഫിഷ്യൻസ് കാണാൻ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇത്രയും നിർത്താം. അല്ല നമ്മളോട് ഡിസൈൻ രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും കൂടി എഴുതുക, എച്ച് ഓഫ് സെറ്റ് ഈക്വൽ ടു നമ്മുടെ ജനറൽ സിഗ്മ എൻ ഈക്വൽ ടു 0 to എന്താ 6 വരും. 6 എച്ച് ഓഫ് എൻ സെറ്റ് റേസ് ടു -n. ആ രീതിക്ക് നമുക്ക് അതോടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും.